നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. ഇൻഡയറക്റ്റ് ടാക്സേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടാക്സ് ഇൻവോയ്സ് ആയിരുന്നു. അതിൽ നമ്മൾ കുറേ മെജോറിറ്റി പോർഷൻസ് നമ്മൾ കവർ ചെയ്തു. ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോർഷൻസൊക്കെ ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്തിട്ട് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ പഠിച്ച ടാക്സ് ഇൻവോയ്സിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ ആയിരുന്നു. എന്താണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്? ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. സപ്ലയർ ഇഷ്യൂ ചെയ്യുന്നതാണ്. ഗുഡ്സോ സപ്ലൈസോ ഇഷ്യൂ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റും ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് ടൈം ലിമിറ്റ് ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ്, നമ്മുടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ടൈം ലിമിറ്റ്. അതിൽ ഒരെണ്ണം നമ്മൾ നേരത്തെ പഠിച്ചത്, അതായത് ഇൻ ദ കേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് നമ്മൾ ഇതിന് മുമ്പ് തന്നെ പഠിച്ചത്, ടൈം ഓഫ് സപ്ലൈ പഠിച്ചതാണ് അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. എന്താണ്? ഒന്ന് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ എന്നാണോ ഡിസ്പാച്ച് ചെയ്യുന്നത് അന്ന്. ഇനി അഥവാ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നത് എന്നാണോ അല്ലെങ്കിൽ മെയ്ഡ് അവൈലബിൾ ഫോർ ദ കസ്റ്റമർ എന്നാണോ അന്ന്. കണ്ടിന്യൂസ് ബേസിലാണെങ്കിലോ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സപ്ലൈ നടത്തുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് തരുന്നത് എന്നാണോ അന്ന്. അത് കഴിഞ്ഞ് ഒരു ഐറ്റം കൂടെ പഠിച്ചു, അതായത് സെയിൽ ഓൺ അപ്രൂവൽ ബേസിസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നത് എന്നാണോ അന്ന്, അല്ലെങ്കിൽ 6 months. ഇതായിരിക്കും ഗുഡ്സിൻ്റെ കാര്യത്തിൽ, ഗുഡ്സിൻ്റെ കേസിലെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ്. ഇതായിരിക്കും നമ്മുടെ ഗുഡ്സിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇൻ ദി കേസ് ഓഫ് സർവീസ് ആണ് പഠിച്ചത്. സർവീസിന് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ 30 days, ബാങ്കിങ് കമ്പനിയാണ് പറയുന്നതെങ്കിൽ 45 days. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, ഈ ബാങ്കിങ്, ഫിനാൻഷ്യൽ കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ്, NBFCs, അതിൻ്റെ കൂടാതെ ഒരു ടെലികോം ഓപ്പറേറ്ററും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്താണ് പറഞ്ഞത്, അവർ നടത്തുന്നത് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ബിറ്റ്വീൻ ഉള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നാണോ അന്ന്. ഇനി അഥവാ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ നടക്കുന്ന ക്വാർട്ടർ എന്നാണോ ആ ക്വാർട്ടറിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും ടൈം ലിമിറ്റ് ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താണ്, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ്. അത് നമ്മൾ കുറച്ച് കാര്യം പഠിച്ചു. എന്താണ്? ഒന്നാമത്തെ നമ്മുടെ പേയ്മെൻറ്റ് ഡേറ്റ്, നമ്മൾ എന്നാണ് പേയ്മെൻറ്റ് നടത്തുന്നതെന്ന് പറഞ്ഞ ഡേറ്റ് ആ എഗ്രിമെൻറ്റിൽ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. അസർട്ടൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ്, ഓൺ ഓർ ബിഫോർ ദ ടൈം ഓഫ് സച്ച് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. നമ്മൾ ആ പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് എന്നാണോ അന്ന്, അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല, അങ്ങനെ ഒരു ഡേറ്റ് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്നാണോ ആക്ച്വലി പേയ്മെൻറ്റ് നടത്തുന്നത് അന്ന്, ഓൺ ഓർ അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ്, നമ്മൾ ആക്ച്വൽ പേയ്മെൻറ്റ് നടത്തുന്നത് എന്നാണോ അന്ന്. അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത് പഠിച്ച പോയിന്റ് എന്തായിരുന്നു, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഇസ് ലിമിറ്റ് വിത്ത് കംപ്ലീഷൻ ഓഫ് ഇവൻറ്റ്. ഏതെങ്കിലും ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ ആ കംപ്ലീഷൻ ഓഫ് ഇവൻറ്റ് നടക്കുന്നത് എന്നാണോ അന്നായിരിക്കും ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു കേസും കൂടെ നമ്മൾ പഠിച്ചു. എന്ത്? നമ്മൾ കൊടുക്കുന്ന സർവീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സീസ് ചെയ്തു, അതായത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിലോ ആ സ്റ്റോപ്പ് ചെയ്യുന്ന ഡേറ്റ് എന്നാണോ അന്നായിരിക്കും ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്ര ഐറ്റമല്ലേ നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, അതായത് മാനേഴ്സ് ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് 2 മാനേഴ്സാണുള്ളത്. ഒന്ന് നമ്മുടെ 3 ബില്ലുകൾ ഇഷ്യൂ ചെയ്യുന്ന ട്രിപ്ലിക്കേറ്റ് ഫോം, പിന്നെ 2 ബില്ലുകൾ ഇഷ്യൂ ചെയ്യുന്ന ഡബിൾ ഫോം അല്ലേ. അത് ട്രിപ്ലിക്കേറ്റ് ഫോം ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴാണ്, ഒരു മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് അവിടെ ഉള്ളപ്പോഴാണ്. അത് ഒറിജിനൽ കോപ്പി നമുക്ക് റെസിപ്പിയൻറ്റിന് കൊടുക്കും, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ടർ കൊടുക്കും, പിന്നെ ട്രിപ്ലിക്കേറ്റ് കോപ്പി ആ സപ്ലൈ ചെയ്യുന്ന സപ്ലയർ കയ്യിൽ വെച്ചിരിക്കും. പിന്നെ അല്ല, നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഒരു സർവീസ് ആണെങ്കിൽ സർവീസിന് ഒരിക്കലും എന്തില്ല, നമുക്ക് ആർക്കും കൊടുത്തിട്ട് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇല്ല. അവിടെ സർവീസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നോ അയാൾക്ക് നേരിട്ട് റെസിപ്പിയൻറ്റിന് കൊടുക്കാനേ പറ്റൂ, വേറെ ആരുടെയും കൊടുത്തിട്ട് വിടാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഒറിജിനൽ ബില്ലും ഡ്യൂപ്ലിക്കേറ്റ് ബില്ലും. ഒറിജിനൽ ബില്ല് എപ്പോഴും റെസിപ്പിയൻ്റെ കയ്യിലായിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് സപ്ലൈയുടെ കയ്യിലായിരിക്കും. അത് നമ്മൾ പഠിച്ചു. പിന്നെ ഒരു ബില്ലിൽ വരുന്ന കണ്ടൻറ്റ് അത് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങളൊരു ബില്ല് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. ആ ബില്ലിൽ നമ്മൾ എന്തൊക്കെ കാണുന്നോ ആ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ എഴുതാൻ പറ്റും. നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഇതിലൊരു 10 പോയിൻ്റെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ എന്താണ്, റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴാണ്, അതായത് നമ്മൾ ലൈബിൾ ഫോർ രജിസ്ട്രേഷൻ, GSTയിൽ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി ലൈബിൾ ആവുന്ന ഡേറ്റ് ഒന്നും നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്ന ഡേറ്റ് വേറൊന്നുമാണ്. അങ്ങനെയാണെങ്കിൽ ആ ടൈം ഗ്യാപ്പിനിടയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻവോയ്സുകൾ ഇഷ്യൂ ചെയ്യും. ആ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കാണില്ല, GSTയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് വെക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ ആ രജിസ്ട്രേഷൻ വിത്ത് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ലൈബിൾ ആവുന്ന ഡേറ്റ് വരെ ആയിരിക്കും, അന്ന് തൊട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അന്ന് മുതലുള്ള ഇൻവോയ്സുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്തിട്ട് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റും വിത്തിൻ 1 month. അതാണ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. പിന്നെ കൺസോളിഡേറ്റഡ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ സപ്ലൈ നടത്തുന്നതെങ്കിൽ അതൊന്നും നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഒറ്റയടിക്ക് കൺസോളിഡേറ്റഡ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, നമുക്ക് ഇഷ്യൂ ചെയ്താൽ മതി, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒറ്റയടിക്ക്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ഇൻറ്റർസ്റ്റേറ്റ് സപ്ലൈ നമ്മൾ 2,50,000 രൂപയിൽ കൂടുതൽ നടത്തുകയാണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റിവൈസ് ടാക്സ് ഇൻവോയ്സ് വേണം. കൺസോളിഡേറ്റഡിൽ അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താണ്,
കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് എന്താ നമ്മൾ പഠിച്ചു. റിവൈസ്ഡ് കൺസോളിഡേറ്റഡ് അല്ല, കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് എന്താ നമ്മൾ പഠിച്ചു. നമ്മൾ പറഞ്ഞ എന്താണ്, അതായത് ചെറിയ ചെറിയ സെയിൽസ് ഒക്കെ നടക്കത്തില്ലേ, അതായത് ദിവസം കുഞ്ഞു കുഞ്ഞായിട്ടുള്ള സ്റ്റേഷനറി ഷോപ്പ് അതുപോലുള്ള കടകളിലൊക്കെ ദിവസം ഒരുപാട് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് നടക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണെങ്കിൽ അവർ എല്ലാ ട്രാൻസാക്ഷനും നമ്മുടെ ഇൻവോയ്സ് റേസ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് എന്ത് ചെയ്യാം, വിത്ത് എൻഡ് ഓഫ് ദി ഡേ, ആ ദിവസത്തിൻ്റെ അവസാനം എന്ത് ചെയ്തത്, ഒരു കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. എന്തൊക്കെയായിരുന്നു ആ കണ്ടീഷൻ എന്ന് പറയുന്നത്? വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് 200 രൂപയിൽ കൂടാൻ പാടില്ല. പിന്നെ നമ്മുടെ സപ്ലയർ എന്ന് പറഞ്ഞാൽ അൺരജിസ്റ്റേർഡ് ആയിരിക്കണം. പിന്നെ നമ്മുടെ സപ്ലയറിലെ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് അൺരജിസ്റ്റേർഡ് ആയിരിക്കണം. പിന്നെ നമ്മളടുത്ത് റെസിപ്പിയൻ്റ് ബില്ല് ചോദിക്കുകയാണ്, നമുക്ക് ഇൻവോയ്സ് വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് അവിടെ സെപ്പറേറ്റ് ഇൻവോയ്സ് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് എന്ത് ചെയ്യാൻ പറ്റും, റേസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞത് ബാങ്കിൻ്റെ NBFCയുടെയും കാര്യം പറഞ്ഞില്ലേ, ബാങ്ക്, NBFC, ഇൻഷുറൻസ് കമ്പനി, ഇവർക്ക് ഡെയിലി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. ഒരുപാട് ട്രാൻസാക്ഷൻ കാണും, ചിലപ്പോൾ സെയിം നേച്ചറിലുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് കാണും. അപ്പം നമ്മുടെ ഗവൺമെൻറ് അവർക്ക് ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളും കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, പക്ഷേ ഡെയിലി വേണ്ട, മന്ത്ലി, എല്ലാ മാസത്തിൻ്റെയും അവസാന ദിവസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോസ് ബെനിഫിഷ്യൽ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളിത് റെഫർ ചെയ്യുക. ഈ കമ്മ്യൂണിറ്റി വളർത്തുക എന്നുള്ളത് നിങ്ങളുടെ കൂടി റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുക. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ബിൽ ഓഫ് സപ്ലൈ ആണ്. എന്താണ് പഠിക്കാൻ പോകുന്നത്? ബിൽ ഓഫ് സപ്ലൈ. നമുക്ക് നോക്കാം ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഈ ഡോക്യുമെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കി, ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ് എ ബിൽ ഓഫ് സപ്ലൈ ഷാൾ ബി ഇഷ്യൂഡ് ഇൻ പ്ലേസ് ഓഫ് ഇൻവോയ്സ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് പകരം ഈ താഴെ പറയുന്ന സിറ്റുവേഷനിൽ ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഡോക്യുമെൻ്റാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഇഷ്യൂ ചെയ്താൽ മതി. അതാണ് താഴെ പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ, നമ്മൾ ഈ താഴെ പറയുന്ന കുറച്ച് കേസുകളിൽ നമുക്ക് എന്ത് വേണ്ട, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ഏതൊരു സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞുതരാം. അതായത് നമ്മൾ കോമ്പോസിഷൻ ലെവിയാണ്, കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ് ഇഷ്യൂ ചെയ്യാം. അല്ല, വേറെ സിറ്റുവേഷൻ പറയാം. നമ്മൾ നടത്തുന്ന ഒരു എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. GSTയുടെ പെർസ്പെക്റ്റീവിൽ ഇല്ലാത്ത ഗുഡ്സാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഷെഡ്യൂൾ 3 പ്രകാരം എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുന്ന നമ്മൾ കുറേ എക്സംപ്ഷൻസ് പഠിച്ചില്ലേ, ആ എക്സംപ്ഷൻസിലുള്ള എന്തെങ്കിലുമാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം ടാക്സേ ഇല്ല, നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല. കാരണം നമ്മൾ എക്സംപ്റ്റഡ് സർവീസാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യേണ്ടി വരും? ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ് ഇഷ്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് താഴെ നോക്കാം, ആ സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കി, ഇൻ ദ കേസ് ഓഫ് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ. ഓക്കെ അല്ലേ, ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ഒരിക്കലും ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം അവർ ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഡോക്യുമെൻ്റാണ് അവർ ഇഷ്യൂ ചെയ്യേണ്ടത്. അടുത്ത് നോക്കി, ഇൻ ദ കേസ് രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈയിങ് എക്സംപ്റ്റഡ് സപ്ലൈ. അതായത് രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈ ചെയ്യുന്നത് ഒരു എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. നമ്മൾ പറഞ്ഞ കാര്യമല്ലേ, എക്സംപ്റ്റഡ് സപ്ലൈസ് ആണ്, അതായത് നമ്മൾ പഠിച്ച എക്സംപ്ഷൻസിലുള്ള സപ്ലൈസ് ആണ് അയാൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഒരിക്കലും എന്ത് വേണ്ട, ടാക്സ് ഇൻവോയ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അയാൾ ടാക്സ് ഇൻവോയ്സ് റേസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ബിൽ ഓഫ് സപ്ലൈ റേസ് ചെയ്താൽ മതി. നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ആ എക്സാമ്പിളിൽ ബിൽ ഓഫ് സപ്ലൈ ആണോ അതോ ടാക്സ് ഇൻവോയ്സ് ആണോ റേസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എന്നോട് പറയാം. അതായത് നമ്മൾ എക്സംഷൻസ് പഠിച്ചു അല്ലേ. അതായത് ഈ ഹോട്ടൽ അല്ലെങ്കിൽ ഇന്ന് അതുപോലുള്ള കുഞ്ഞ് ഗസ്റ്റ് ഹൗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്ത് നടത്തുന്നതെങ്കിൽ, നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ ആ പെർ ഡേ റെൻറ്റ് 1000 രൂപയിൽ താഴെയാണെങ്കിൽ അവിടെ ടാക്സ് ചെയ്യേണ്ട, നമ്മളത് എക്സംപ്റ്റ് ചെയ്യാമെന്ന് നേരത്തെ പഠിച്ചു. 1000 രൂപയിൽ താഴെയാണെങ്കിൽ നമ്മൾ ടാക്സ് ചെയ്യേണ്ട, അത് നമുക്ക് എക്സംപ്റ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ ഞാൻ അതുപോലെ ഒരു എക്സംപ്റ്റഡ് സർവീസ് നടത്തുന്നത്, എൻ്റെ ഒരു കുഞ്ഞു റൂമുണ്ട്. ആ റൂം ഞാൻ ഇത് മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളുടെ ആയിട്ടുള്ള ബൈസ്റ്റാൻഡേഴ്സിനെ എന്ത് ചെയ്യുക, നിൽക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പെർ ഡേ എൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് 500 രൂപയാണ്. എൻ്റെ ഡിക്ലെയർഡ് ടാരിഫ് 500 രൂപയാണ്. അത് 1000 രൂപയിൽ താഴെ. അങ്ങനെയാണെങ്കിൽ ഒരു എക്സംപ്റ്റഡ് സപ്ലൈ അല്ലേ, എക്സംപ്റ്റഡ് അല്ലേ, നമ്മൾ GSTയിൽ നമ്മൾ പഠിച്ച റൂളുകളൊക്കെ പ്രകാരം ആ സംഭവം എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയാൾ ചോദിച്ചു, എനിക്ക് വിശക്കുന്നു, ഫുഡ് വേണം, ഫുഡിന് ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ പേ ചെയ്തോളാം, കുഴപ്പമില്ല, എനിക്ക് ഫുഡും കൂടെ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. ഞാൻ പറഞ്ഞു ഓക്കെ തരാം, എത്ര വേണം? അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ഇന്ന് ഉച്ചയ്ക്കും ഇന്ന് രാത്രിത്തേക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്ത് തരണം. അപ്പോൾ ഓക്കെ, ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന എൻ്റെ ഫുഡിൻ്റെ ഒരു പാർട്ട് അയാൾക്ക് കൊടുത്തു. എന്നിട്ട് അയാളുടെ നിന്ന് ക്യാഷ് മേടിച്ചു. അപ്പോൾ ഈ ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ടോ? അത് നമ്മൾ പഠിച്ച എക്സംപ്റ്റഡ് സപ്ലൈസിലൊന്നുമില്ല. ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് സപ്ലൈസിലൊന്നുമില്ല. നമ്മൾ എഗ്രി ചെയ്തിരിക്കുന്നത് നമ്മുടെ റൂം മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. ഇത് കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. കോമ്പോസിറ്റ് സപ്ലൈ അല്ലത്, നമ്മൾ എഗ്രി ചെയ്തിരിക്കുന്ന റൂം മാത്രം കൊടുക്കാനിട്ടാണ്. അപ്പോൾ അവർ അഡീഷണൽ ആയിട്ട് നമ്മളോട് എന്ത് ചോദിച്ചു, ഫുഡും കൂടെ ചോദിച്ചു. നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നോക്കി, അവിടെ ഫുഡ് എന്ന് പറയുന്നത് ടാക്സബിൾ സപ്ലൈ ആണ്, റൂം എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. അപ്പോൾ അവിടെ എന്താണ് ഇഷ്യൂ ചെയ്യേണ്ടത്? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണോ, ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യണോ?
അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് രണ്ടെണ്ണം ഇഷ്യൂ ചെയ്യണം. അപ്പോൾ എന്താണ് ഇഷ്യൂ ചെയ്യേണ്ടത് നമുക്കൊരു എന്ത് വരും, കൺഫ്യൂഷൻ വരും. അപ്പം നമുക്ക് ആ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കിനി അടുത്തത് നോക്കാം. എന്താ നോക്കിയേ, ഇഫ് എ ടാക്സബിൾ പേഴ്സൺ സപ്ലൈസ് ബോത്ത് ടാക്സബിൾ ആസ് വെൽ ആസ് എക്സംപ്റ്റഡ് സപ്ലൈ. ഒരു ടാക്സബിൾ പേഴ്സൺ ഒരു ടാക്സബിൾ സപ്ലൈയും എക്സംപ്റ്റഡ് സപ്ലൈസും നടത്തുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ആ റൂം റെൻറ്റിന് കൊടുക്കുകയാണ്, ഡിക്ലെയർഡ് ടാരിഫ് 500 രൂപയാണ്. അതുപോലെ ഒരു ടാക്സബിൾ സപ്ലൈ നടത്തുകയാണ്. ടാക്സബിൾ സപ്ലൈ എന്താണ്, ആ ഫുഡ് എന്ന് പറയുന്ന ഒരു സർവീസ് അയാൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ to a person unregistered under GST, then he may issue invoice cum bill of supply. അയാൾക്ക് എന്ത് ചെയ്യാം, ഇൻവോയ്സ് കം ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യാം. ഓക്കെ അല്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇൻവോയ്സും ബിൽ ഓഫ് സപ്ലൈയും ഇഷ്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് എന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ ഇതിൽ പഠിക്കാൻ വേണ്ടി കുഞ്ഞു വാക്കുകളാണ്. റെസിപ്റ്റ് വൗച്ചർ എന്താണ്, റീഫണ്ട് വൗച്ചർ എന്താണ്, റീഫണ്ട് വൗച്ചറിലെ കണ്ടൻറ്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കാനുള്ളത്. ഈ വീഡിയോ ഷോർട്ടായിരിക്കും, 45 മിനിറ്റ് ഒന്നും പോകത്തില്ല. അതിന് മുമ്പ് നമുക്ക് മാക്സിമം വൈൻഡപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത സാധനം എന്താണെന്ന്, റെസിപ്റ്റ് വൗച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഒക്കെ നടത്തുന്ന ഒരു നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മളൊരു രജിസ്റ്റേർഡ് പേഴ്സണാണ്. നമ്മളൊരാളെ സമീപിക്കുകയാണ്. എനിക്ക് കുറേ ബ്രാഞ്ചുണ്ട്, കൊല്ലത്തുണ്ട്, കാസർഗോഡ്, ട്രിവാൻഡ്രം, ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ എനിക്ക് കുറേ ബ്രാഞ്ചുണ്ട്. പിന്നെ കൂടാതെ തമിഴ്നാട്ടിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലെല്ലാം എൻ്റെ ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ അയാൾ എന്നോട് പറയാണ്, ഞാൻ ഈ 1 lakh rupees നിങ്ങൾക്ക് പേ ചെയ്യാം, ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യാം. എനിക്കൊരു 100 യൂണിറ്റ് ഓഫ് ഗുഡ്സ് വേണം, നമ്മൾ വിൽക്കുന്ന 100 യൂണിറ്റ് ഓഫ് ഗുഡ്സ് വേണം. ഞാൻ 1 lakh rupees അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യാം. ബാക്കി പൈസ ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഈ ഗുഡ്സ് എത്തിച്ചു തരണം. അപ്പം ബാക്കി പൈസ എത്രയാണെന്ന് വെച്ചാൽ ഞാനത് നിങ്ങൾക്ക് തന്നോളാമെന്ന് നമ്മളോട് പറയുന്നു. ഓക്കെ, നമ്മൾ എന്താ പ്രശ്നം, ഒരു പ്രശ്നമില്ല, നമ്മളത് ഓക്കെ എടുത്തു. നമ്മൾ അഡ്വാൻസ് എമൗണ്ട് വാങ്ങിയില്ലേ, ആ അഡ്വാൻസ് എമൗണ്ടിന് ഒരു എവിഡൻ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണ്ടേ, ബില്ല് കൊടുക്കണ്ടേ. അപ്പോൾ ആ അഡ്വാൻസ് എമൗണ്ട് വാങ്ങിയതിന് നമ്മൾ കൊടുക്കുന്ന എവിഡൻസ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത്. ആ അഡ്വാൻസ് എമൗണ്ട് വാങ്ങിയതിന് നമ്മൾ കൊടുക്കുന്ന എവിഡൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ടാക്സ് ഇൻവോയ്സ് എന്തായിരുന്നു, നമ്മൾ ടാക്സബിൾ സപ്ലൈ നടത്തുമ്പോൾ നമ്മുടെ ടാക്സും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്റ് ആണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഒരു സാധനം പഠിച്ചു, ബിൽ ഓഫ് സപ്ലൈ എന്താണ്, ചില സിറ്റുവേഷനിൽ നമുക്ക് ടാക്സ് ഇൻവോയ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, റേസ് ചെയ്യാൻ പറ്റില്ല. ആ സിറ്റുവേഷനിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇപ്പോൾ മൂന്നാമത് പഠിച്ചു എന്താണ്, റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുമ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് നമുക്ക് നേരത്തെ കിട്ടുകയാണെങ്കിൽ ആ അഡ്വാൻസ് പേയ്മെൻറ്റിനുള്ള എവിഡൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ് റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, അയാൾ നമ്മളോട് പറഞ്ഞത് 1 lakh rupees തന്നിട്ടുണ്ട്, ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഡെലിവറി ചെയ്യണമെന്നല്ലേ. അപ്പോൾ ആ 1 lakh rupees തന്നപ്പോൾ നമുക്കറിയാൻ പറ്റുമോ അത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിരിക്കുമോ അതാ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയിരിക്കുമെന്ന്. അയാൾക്ക് ബാംഗ്ലൂരുണ്ട്, ചെന്നൈയിലുണ്ട്, പിന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇയാൾ എവിടെയാണ് നമ്മളോട് സപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ, എവിടെയാണ് നമ്മൾ ഗുഡ്സ് കൊണ്ട് തരേണ്ടതെന്ന് അയാൾ പറഞ്ഞില്ല. അഡ്വാൻസ് തന്ന സമയത്ത് പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് പറയും അവിടെ എത്തിച്ചാൽ മതി, ബാക്കി എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അപ്പോൾ സെറ്റിൽ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അഡ്വാൻസിന് നമുക്ക് ടാക്സ് ഏത് റേറ്റിൽ ഈടാക്കാൻ പറ്റും, CGST എടുക്കും, IGST എടുക്കും, SGST എടുക്കും. അപ്പോൾ ഇതിൽ ഏതൊക്കെ സാധനങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് CGST SGST ഓക്കെ, അല്ല ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ IGST അല്ലേ കളക്ട് ചെയ്യേണ്ടത്, അതും റേറ്റ് വ്യത്യാസം കാണും. അപ്പോൾ അത് എത്രയാണെന്ന് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത് കണക്ക് അഡ്വാൻസ് കിട്ടുന്ന സമയത്ത് റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് സ്ഥലത്താണ്, എവിടെയാണ് നിങ്ങളുടെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് നിങ്ങൾക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതിനെ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കിക്കോ. അതിൻ്റെ അർത്ഥം IGST മേടിച്ചോ, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കിക്കോ, IGST മേടിച്ചോ. റേറ്റും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ടാക്സ് റേറ്റ് ഹയർ റേറ്റ് ആയിട്ടുള്ള ഒരു 18% ടാക്സ് ചെയ്യണം. 18% ടാക്സ് ചെയ്യണം. ഇനി ആക്ച്വൽ സപ്ലൈ നടക്കുന്ന സമയം, ആക്ച്വൽ സപ്ലൈ നടക്കുമ്പോൾ നമ്മൾ ഇൻ്റർ സ്റ്റേറ്റ് അല്ല ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ അവിടുത്തെ റേറ്റ് കുറവാണെങ്കിൽ നമുക്ക് ആ റേറ്റ് വെച്ചിട്ട് ബാക്കി എമൗണ്ട് കോമ്പൻസേറ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കാര്യം നമ്മൾ ആ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് എല്ലാം പറഞ്ഞു കൊടുത്താൽ നമുക്ക് ബാക്കി എമൗണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്ന് വെച്ചാൽ കോമ്പൻസേറ്റ് ചെയ്തോളും ടാക്സിൻ്റെ എമൗണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ റെസിപ്റ്റ് വൗച്ചറിൽ പറയുന്നത് എന്താണ്, അഡ്വാൻസ് എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അഡ്വാൻസ് എമൗണ്ടിനുള്ള ഒരു എവിഡൻറ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് റെസിപ്റ്റ് വൗച്ചർ. ആ റെസിപ്റ്റ് വൗച്ചർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ടാക്സ് റേറ്റ് നമുക്ക് അറിയില്ലെങ്കിൽ, പ്ലേസ് ഓഫ് സപ്ലൈ നമ്മൾ ഇൻ്റർ സ്റ്റേറ്റ് ആയിട്ട് കാണിക്കണം. അതായത് IGST വേണം കളക്ട് ചെയ്യാൻ. കൂടാതെ ഹയർ റേറ്റ് ആയിട്ടുള്ള 18% ഫിക്സഡ് ആണ്. ആ 18% നമ്മൾ ടാക്സ് കളക്ട് ചെയ്തിരിക്കണം. 18%-ലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ റെസിപ്റ്റ് വൗച്ചറെ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി അതിൽ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആ റെസിപ്റ്റ് വൗച്ചർ എന്താണെന്ന് വായിച്ച് നോക്കാം. നോക്കിയേ, എ രജിസ്റ്റേർഡ് പേഴ്സൺ ഓൺ റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ് പേയ്മെൻറ്റ് with respect of any supplies of goods or services or both issued
a receipt voucher evidencing receipt of such payment. കണ്ടോ, ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സൺ ഏതെങ്കിലും ടാക്സബിൾ സപ്ലൈസ് ഓഫ് ഗുഡ്സോ സർവീസോ നടത്തുന്ന സമയത്ത് അവനൊരു അഡ്വാൻസ് കിട്ടുകയാണെങ്കിൽ ആ അഡ്വാൻസിന് കൊടുക്കുന്ന ഒരു എവിഡൻസ് ആയിട്ട് കൊടുക്കുന്ന ഒരു റെസിപ്റ്റ്, ഒരു ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത്. വേർ അറ്റ് ദ ടൈം ഓഫ് റിസീപ്റ്റ് ഓഫ് അഡ്വാൻസ് റേറ്റ് ഓഫ് ടാക്സ് ആൻഡ് നേച്ചർ ഓഫ് സപ്ലൈ ഈസ് നോട്ട് അസർട്ടൈനബിൾ. നമ്മുടെ ടൈം ഓഫ് സപ്ലൈ നേച്ചർ ഓഫ് സപ്ലൈ നമുക്ക് എവിടെയാണെന്ന് അസർട്ടൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ടാക്സ് റേറ്റ് ഷുഡ് ബി കളക്റ്റഡ് അറ്റ് 18% ആൻഡ് നേച്ചർ ഓഫ് സപ്ലൈ ഈസ് interstate. That means IGST should be levied. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇനി നമുക്ക് റീഫണ്ട് വൗച്ചർ എന്താണെന്ന് നോക്കാം. റീഫണ്ട് വൗച്ചർ എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ അയാൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് 1 lakh rupees തന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് അയാൾ വിളിച്ചിട്ട് പറയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വേണ്ട, എനിക്ക് ആ സ്ഥലത്ത് നിന്ന് തന്നെ ചീപ്പർ റേറ്റിന് ഗുഡ്സ് കിട്ടുന്ന വേറൊരു സ്ഥലം കിട്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വേണ്ട, എൻ്റെ എമൗണ്ട് തിരിച്ചു തന്നിരിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ആ എമൗണ്ട് തിരിച്ച് കൊടുത്തേ പറ്റൂ. എമൗണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ കൊടുക്കുന്ന എമൗണ്ട് തിരിച്ച് കൊടുക്കുന്നതിന് ഒരു എവിഡൻസ് വേണ്ടേ? ആ എവിഡൻ്റായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്, അപ്പോൾ റേസ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് എന്തെന്ന് പറയുന്നത് റീഫണ്ട് വൗച്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതായത് നമുക്ക് കിട്ടിയ അഡ്വാൻസ് എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. ആ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ റേസ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് എന്തെന്ന് പറയുന്നത് റീഫണ്ട് വൗച്ചർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യം. അപ്പോൾ നോക്കി, ഈ റെസിപ്റ്റ് വൗച്ചറും റീഫണ്ട് വൗച്ചറും റേസ് ചെയ്യുന്നത് ആരാണ്? റെസിപ്റ്റ് വൗച്ചറും റീഫണ്ട് വൗച്ചറും റേസ് ചെയ്യുന്ന ആരാണ്? രണ്ടും സപ്ലയർ ആയിരിക്കും. അഡ്വാൻസ് എമൗണ്ട് കിട്ടുന്നത് സപ്ലയർക്കാണ്. അപ്പോൾ സപ്ലയർ അഡ്വാൻസ് എമൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്യും. റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യും. ഇനി റീഫണ്ട് നമ്മളോട് ചോദിച്ചു, ഞങ്ങൾക്ക് വേണ്ട, അഡ്വാൻസ് കിട്ടിയ പൈസ തിരിച്ചു തരാൻ പറഞ്ഞു. നമ്മൾ അഡ്വാൻസ് കിട്ടിയ പൈസ തിരിച്ചു കൊടുത്തു. കൂടാതെ നമ്മൾ റീഫണ്ട് വൗച്ചറും എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. ഓക്കെ അല്ലേ? നമുക്കതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. നോക്കിയേ, വേർ റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ് പേയ്മെൻറ്റ് വിത്ത് റെസ്പോൺസ് ടു any supply of goods, service or both, the registered person shall issue receipt voucher. നമ്മൾ പറഞ്ഞ കാര്യം, നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ റെസിപ്റ്റ് വൗച്ചർ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ബട്ട് സബ്സിക്വൻ്റ്ലി നോ സപ്ലൈ ഈസ് മെയ്ഡ്. പക്ഷേ എന്ത് ചെയ്യും? സബ്സിക്വൻ്റ്ലി സപ്ലൈ ഒന്നും നടന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂഡ് ആൻഡ് എമൗണ്ട് ഷുഡ് ബി റീഫണ്ടഡ്. നമ്മളൊരു സപ്ലൈ നടന്നില്ലെങ്കിൽ നമുക്ക് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് അഡ്വാൻസ് തന്നത് 1 ലക്ഷം രൂപ. അപ്പം അല്ല, നോർമലി അവിടെ ഒരു ഇഷ്യൂ നടന്നെന്ന് വെച്ചോ, നമുക്ക് ബാക്കി എത്രയാണ് അയാൾ പറയുന്നത്? കാസർഗോഡിൽ എനിക്ക് ഗുഡ്സ് കൊണ്ടെത്തിക്കണം. നമ്മൾ കാസർഗോഡിൽ ഗുഡ്സ് എത്തിച്ചു. ബാക്കി എമൗണ്ട് എത്രയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. നേരത്തെ കാര്യങ്ങളെല്ലാം വെച്ച് കോമ്പൻസേറ്റ് ചെയ്തിട്ട് പ്രോപ്പർ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഇനി ഗുഡ്സ് അവിടെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ, സർവീസ് വേണ്ടാന്ന് പറഞ്ഞു, നിങ്ങളുടെ ഗുഡ്സ് നമുക്ക് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്കവിടെ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു റീഫണ്ട് ഉണ്ടാവും. അങ്ങനെ റീഫണ്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് എന്തെന്ന് പറയുന്നത് റീഫണ്ട് വൗച്ചർ എന്ന് പറയുന്നത്. ദ സെഡ് രജിസ്റ്റേർഡ് പേഴ്സൺ, അതായത് സപ്ലയർ, ഇഷ്യൂ ദ പേഴ്സൺ ഹു മെയ്ഡ് ദ പേയ്മെൻറ്റ് നടത്തിയ ആൾക്ക് കൊടുക്കും റീഫണ്ട് വൗച്ചർ എഗൻസ്റ്റ് സച്ച് പേയ്മെൻറ്റ്. ആ റീഫണ്ട് വൗച്ചർ നമ്മൾ കൊടുക്കും. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? നമ്മൾ ഡിഫിക്കൽട്ടായിട്ടൊന്നും പഠിച്ചില്ല. നമുക്ക് ഇത് പഠിച്ചില്ലെങ്കിൽ തന്നെ ഇത് നിങ്ങളൊന്നും എവിടെയും കാണാതെ പഠിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഈ ലെക്ചർ കേൾക്കുക, ഒരു ഐഡിയ ഉണ്ടാക്കുക, ഇതെന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എഴുതുക. അതല്ലാതെ വേറെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ റീഫണ്ട് വൗച്ചറിൻ്റെയും റെസീറ്റ് വൗച്ചറിൻ്റെയും കണ്ടൻറ്റ് എന്താണെന്ന് നോക്കാം. പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ടാക്സ് ഇൻവോയ്സിൽ പഠിച്ചില്ലേ? നെയിം, അഡ്രസ്സ്, പാന്, GST നമ്പർ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ നമ്മൾ കുറേ ഡീറ്റെയിൽസ് പഠിച്ചില്ലേ? ഗുഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ, റേറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് പഠിച്ചില്ലേ? അതിൽ നമുക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ തന്നെ ഇതിൽ എഴുതിയാൽ മതി. സിഗ്നേച്ചർ വേണമെങ്കിൽ സിഗ്നേച്ചർ, ഡിജിറ്റൽ സിഗ്നേച്ചർ ആണെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും. പ്രത്യേകിച്ച് നമ്മളിനി പഠിക്കേണ്ട കാര്യമില്ല. നമ്മളവിടെ പഠിച്ച പോയിന്റിൽ നമുക്ക് ഓർമ്മ വരുന്നത് നമുക്ക് ഇങ്ങോട്ടും വേണമെങ്കിൽ എഴുതാം. ഓക്കെ അല്ലേ? ഇനി നമുക്കൊരു സർക്കംസ്റ്റാൻസ് നോക്കാം, ഒരു സിറ്റുവേഷൻ നോക്കാം. നമ്മൾ ഈ പഠിച്ച സമയത്തൊക്കെ നമ്മുടെ ടാക്സ് ഇൻവോയ്സും നമ്മൾ പറഞ്ഞ ആ റെസിപ്റ്റ് വൗച്ചറും റീഫണ്ട് വൗച്ചറും എല്ലാം ഇഷ്യൂ ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ സപ്ലയർ ആയിരിക്കും. സപ്ലയർ ഓഫ് ഗുഡ്സ് ആണ് ഈ സാധനങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇനി ഒരു സിറ്റുവേഷൻ പരിചയപ്പെടാൻ പോവാം. ആ സിറ്റുവേഷനിൽ നമ്മുടെ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതും പേയ്മെൻറ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നതും ആരായിരിക്കും? റെസിപ്പിയൻ്റ് ആയിരിക്കും. പേയ്മെൻറ്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വൗച്ചറാണ് പേയ്മെൻറ്റ് വൗച്ചർ. അത് എപ്പോഴും റെസിപ്പിയൻറ്റ്, പൈസ തരുന്ന ആളായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ സപ്ലയർ റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ മറ്റേ ആൾ പേയ്മെൻറ്റ് വൗച്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ഈ പേയ്മെൻറ്റ് വൗച്ചറും റെസിപ്പിയൻ്റ് തന്നെ ഇഷ്യൂ ചെയ്യും. അതുപോലെ ഇൻവോയ്സ്, നമ്മുടെ ടാക്സ് ഇൻവോയ്സ്, അതായത് സപ്ലയർ ഇഷ്യൂ ചെയ്യേണ്ട ടാക്സ് ഇൻവോയ്സ്, ആ ടാക്സ് ഇൻവോയ്സ് ആര് തന്നെ ഇഷ്യൂ ചെയ്യും? നമ്മുടെ റെസിപ്പിയൻ്റ് തന്നെ ഇഷ്യൂ ചെയ്യും. നമുക്ക് ആദ്യം ഏത് സിറ്റുവേഷനാണെന്ന് നോക്കാം. നമുക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ ലോജിക്ക് വെച്ചിട്ട് ഇപ്പം തന്നെ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും അത് ഏതാണ് സിറ്റുവേഷൻ എന്ന്. പക്ഷേ നമുക്കത് ഏതാണെന്ന് പരിചയപ്പെടാം. നോക്കിയേ, സപ്ലൈ നടത്തുകയാണ്. നമ്മുടെ സപ്ലയർ എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് സപ്ലയറും ആയിരിക്കാം, അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് സപ്ലയറും ആയിരിക്കാം. നമ്മുടെ രാഹുലാണ് സപ്ലയർ എന്ന് സങ്കല്പിക്കുക. രാഹുൽ GSTയിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരു ടാക്സബിൾ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കാം.
ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് രജിസ്റ്റേർഡ് പേഴ്സൻ്റെ കാര്യം നോക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് നോക്കാം. ഒരു രജിസ്റ്റേർഡ് നമ്മൾ ഇതിൽ നോക്കാതെ തന്നെ പറയാം. ഒരു രജിസ്റ്റേർഡ് പേഴ്സണാണ് സപ്ലൈ നടത്തുന്നത്. രജിസ്റ്റേർഡ് പേഴ്സണാണ് സപ്ലൈ നടത്തുന്നത്. സപ്ലൈ നടത്തുന്ന ഗുഡ്സ് ഫോർവേഡ് ചാർജിലാണ് ടാക്സ് ഈടാക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആസ് യൂഷ്വൽ നോർമലി എന്ത് ചെയ്യും? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക. ഇൻവോയ്സിനകത്ത് വാല്യൂ എഴുതുക. വാല്യൂവിൻ്റെ കൂടെ ഇത്ര പെർസെൻറ്റേജ് SGST, ഇത്ര പെർസെൻറ്റേജ് CGST, അല്ല IGST ആണെങ്കിൽ IGST ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാക്സ് മെൻഷൻ ചെയ്ത് ആ ടാക്സ് ഈടാക്കി നമ്മൾ എന്ത് ചെയ്യും? നോർമൽ കേസിൽ പോകും. ഇനി അഥവാ റിവേഴ്സ് ചാർജ് ആണെങ്കിലോ? റിവേഴ്സ് ചാർജ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്ത്? ടാക്സ് ഈസ് ടു ബി പെയ്ഡ് അണ്ടർ റിവേഴ്സ് ചാർജ് എന്ന് എഴുതി വെക്കണം. അത് വാല്യൂ മാത്രം എഴുതുക, താഴെ എഴുതുക ടാക്സ് ഈസ് ടു ബി പെയ്ഡ് അണ്ടർ റിവേഴ്സ് ചാർജ് എന്ന് നമ്മൾ എഴുതി വയ്ക്കുക. അവിടുത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നോർമൽ സിറ്റുവേഷൻ. ഈ കാര്യം നമുക്ക് അറിയാവുന്നത്. രജിസ്റ്റേർഡ് പേഴ്സൺ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത്. നോക്കാം. രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ടാക്സ് ഈസ് ടു ബി പെയ്ഡ് അണ്ടർ ഫോർവേഡ് ചാർജ്. ഫോർവേഡ് ചാർജിലാണ് ടാക്സ് അടക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇൻവോയ്സ് ഷാൾ ബി റേസ്ഡ്. നമ്മൾ സാധാ പോലെ ഇൻവോയ്സ് റേസ് ചെയ്യും ബൈ ദ സപ്ലയർ ആൻഡ് മെൻഷൻ ദ ഡീറ്റെയിൽസ്. ടാക്സ് ഡീറ്റെയിൽസ് എല്ലാം നമ്മളവിടെ മെൻഷൻ ചെയ്യും. ആൻഡ് ചാർജസ് ദ ടാക്സ് നമ്മൾ ചാർജ് ചെയ്യും. ഓക്കെ, ആസ് യൂഷ്വൽ നമുക്ക് അറിയാവുന്ന കാര്യം. ഇനി അഥവാ റിവേഴ്സ് ചാർജിലാണെങ്കിലോ? റിവേഴ്സ് ചാർജിലാണെങ്കിൽ ടാക്സ് മാത്രം കളക്ട് ചെയ്യില്ല. പക്ഷേ എന്ത് എഴുതി വയ്ക്കും അവിടെ? ടാക്സ് ഷുഡ് ബി പെയ്ഡ് അണ്ടർ റിവേഴ്സ് ചാർജ് എന്ന് എഴുതി വയ്ക്കും. ഓക്കെ, ഇൻവോയ്സ് ഷാൾ ബി റേസ്ഡ്. ഇൻവോയ്സ് റേസ് ചെയ്യും. പക്ഷേ ആൻഡ് മെൻഷൻ ടാക്സ് ഷുഡ് ബി പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് എന്ന് നമ്മളവിടെ മെൻഷൻ ചെയ്യും. അപ്പോൾ ഈ കാര്യം കണ്ട് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ടാക്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഇൻവോയ്സിൽ വന്നു. രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ടാക്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഇൻവോയ്സിൽ വന്നു. ഇനി നമ്മളൊരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്ന് സങ്കല്പിക്കാം. നമ്മൾ എന്താണ്? ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയർ ആണ്. നമ്മുടെ രാഹുൽ ഇതുവരെ GSTയിൽ രജിസ്ട്രേഷൻ എടുക്കാത്ത ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. രാഹുൽ ഇതുവരെ GSTയിൽ രജിസ്ട്രേഷൻ എടുക്കാത്ത അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. രാഹുൽ നടത്തുന്ന സപ്ലൈയും ഒരു രജിസ്റ്റേർഡ് ആൾക്കാണ് സപ്ലൈ നടത്തുന്നത്. രാഹുൽ സപ്ലൈ കൊടുക്കുന്ന പേഴ്സൺ ആരാണ്? അതായത് റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞ ആരാണ്? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അപ്പോൾ നോക്കിയേ, സപ്ലയർ അൺരജിസ്റ്റേർഡ്, റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ്. സപ്ലയർ അൺരജിസ്റ്റേർഡ്, റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ്. സപ്ലയർ അൺരജിസ്റ്റേർഡ്, റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ്. നോക്കിയേ, നമ്മൾ നടന്ന ഒരു ടാക്സബിൾ ആയിട്ടുള്ള സപ്ലൈ ആണ്. നമ്മൾ നടന്ന ഒരു ടാക്സബിൾ സപ്ലൈ ആണ്. പക്ഷേ രാഹുൽ എന്ന് പറയുന്ന അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമുണ്ടോ? ഇല്ല. ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമുണ്ടോ? ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല. പക്ഷേ ആ ട്രാൻസാക്ഷന് ടാക്സ് പേ ചെയ്തല്ലേ പറ്റൂ. ടാക്സ് പേ ചെയ്തേ പറ്റൂ. പക്ഷേ നമ്മുടെ റെസിപ്പിയൻ്റ് എന്താണ്? രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. റെസിപ്പിയൻ്റ് എന്താണ്? രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സെക്ഷൻ 9 സബ്സെക്ഷൻ 4 പ്രകാരം റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ എന്ത് ചെയ്യുക? ടാക്സ് പേ ചെയ്യുക. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് പേ ചെയ്യുക. കൺഫ്യൂഷൻ ആക്കരുത്, ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ സപ്ലയർ, അതായത് നോർമൽ കോഴ്സിൽ ടാക്സ് കസ്റ്റമറിൻ്റെ നിന്ന് കളക്ട് ചെയ്ത് പേ ചെയ്യേണ്ട സപ്ലയർ എന്ന് പറയുന്ന രാഹുൽ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അതായത് ഇതുവരെ GSTയിൽ ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ എടുക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് മേടിക്കുന്ന ആളൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഗുഡ്സ് മേടിക്കുന്ന ആളൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ടാക്സ് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സപ്ലയർ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, അതൊരു ടാക്സബിൾ സപ്ലൈ ആണ്. നിങ്ങളൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ റെസിപ്പിയൻ്റ് തന്നെ ടാക്സ് പേ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ റെസിപ്പിയൻ്റ് തന്നെ ടാക്സ് പേ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ആ സിറ്റുവേഷനിൽ നമ്മുടെ റെസിപ്പിയൻ്റ് തന്നെ എന്തൊക്കെ ഇഷ്യൂ ചെയ്യേണ്ടി വരും? ടാക്സ് ഇൻവോയ്സും ഇഷ്യൂ ചെയ്യേണ്ടി വരും. കാരണം ടാക്സിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നവരാ? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ നമ്മുടെ റെസിപ്പിയൻ്റ് തന്നെയാണ് നോക്കുന്നത്. പേയ്മെൻറ്റ് നടത്തുന്ന ആരാ? റെസിപ്പിയൻ്റ് തന്നെയാണ്. അതുകൊണ്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് റെസിപ്പിയൻ്റ് ആണ്, പേയ്മെൻറ്റ് ഇഷ്യൂ ചെയ്യേണ്ടതും റെസിപ്പിയൻ്റ് ആണ്. ഓക്കെ, സപ്ലയർ അൺരജിസ്റ്റേർഡ് ആണ് നമ്മുടെ രാഹുൽ. സപ്ലൈ ടു രജിസ്റ്റേർഡ് പേഴ്സൺ, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് നമ്മൾ സപ്ലൈ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ടാക്സ് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ സെക്ഷൻ 9 സബ്സെക്ഷൻ 4 പ്രകാരം ലയബിൾ ടു ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം ബൈ റെസിപ്പിയൻറ്റ്. നമ്മുടെ രജിസ്റ്റേർഡ് റെസിപ്പിയൻറ്റ് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇൻ ദിസ് കേസ് ഇൻവോയ്സ് ഷാൾ ബി ജനറേറ്റഡ് ബൈ റെസിപ്പിയൻറ്റ്. ഇൻവോയ്സ് ഷാൾ ബി ജനറേറ്റഡ് ബൈ റെസിപ്പിയൻറ്റ്. ഇൻവോയ്സ് ഷാൾ ബി ജനറേറ്റഡ് ബൈ റെസിപ്പിയൻറ്റ്. മനസ്സിലായില്ലേ? ഡൗട്ടുണ്ടോ? സിമ്പിൾ കാര്യമല്ലേ? അപ്പോൾ നമ്മളോട് എക്സാമിന് ചോദിക്കുകയാണ്, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്, മെൻഷൻ എ സർക്കംസ്റ്റാൻസ് വേർ ടാക്സ് ഇൻവോയ്സ് ആൻഡ് പേയ്മെൻറ്റ് വൗച്ചർ ആർ ഇഷ്യൂഡ് ബൈ ദ റെസിപ്പിയൻറ്റ്. റെസിപ്പിയൻറ്റ് തന്നെ ടാക്സ് ഇൻവോയ്സും പേയ്മെൻറ്റ് വൗച്ചറും ഇഷ്യൂ ചെയ്യുന്നൊരു സർക്കംസ്റ്റാൻസ് പറയാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. വേർ ദ സപ്ലയർ ഈസ് എൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആൻഡ് ഹി മേക്സ് എ ടാക്സബിൾ സപ്ലൈ ടു എ രജിസ്റ്റേർഡ് റെസിപ്പിയൻറ്റ്. Then, as per section 9 subsection 4, tax should be paid under reverse charge mechanism by that registered recipient. In this case, the registered recipient should issue tax invoice as well as payment voucher. Tax invoice as well as payment voucher. നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റില്ലേ? കഴിഞ്ഞു. ടാക്സ് ഇൻവോയ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 2 കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഒരു ക്രെഡിറ്റ് നോട്ട്, ഒരു ഡെബിറ്റ് നോട്ട്. ഈ 2 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു. ക്രെഡിറ്റ് നോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡെബിറ്റ് നോട്ട്. നമ്മൾ ക്രെഡിറ്റ് നോട്ട് മാത്രം പഠിക്കുക, ഡെബിറ്റ് നോട്ട് മനസ്സിലാക്കുക. ക്രെഡിറ്റ് നോട്ട് മാത്രം പഠിക്കുക, അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിന് നമ്മൾ ഡെബിറ്റ് നോട്ടായിട്ട് മാറ്റും. അപ്പോൾ നമുക്ക് നോക്കാം.
ക്രെഡിറ്റ് നോട്ട് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യേണ്ടി വരുന്നത്. ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുന്ന അന്ന് മുതൽ പഠിക്കുന്നത്. അതായത് സെയിൽസ് റിട്ടേണും പർച്ചേസ് റിട്ടേണും വരുമ്പോഴാണ് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മുടെ ടാക്സിൽ അതുപോലെ തന്നെയാണ്. പക്ഷേ ക്രെഡിറ്റ് നോട്ട് എവിടെ, ഡെബിറ്റ് നോട്ട് എവിടെയെന്ന് നമുക്കൊരു കൃത്യമായൊരു ധാരണ വേണ്ടിയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സാധനം മാത്രം പഠിക്കും, ക്രെഡിറ്റ് നോട്ട് മാത്രം പഠിക്കും. ഇനി ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് എന്തെന്ന് പറയുന്നത്, ഡെബിറ്റ് നോട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് നോട്ട് മാത്രം പഠിക്കുക, ക്രെഡിറ്റ് നോട്ട് മാത്രം മനസ്സിലാക്കുക, ഡെബിറ്റ് നോട്ട് നമ്മൾ സ്വന്തമായിട്ട് എഴുതും. അപ്പോൾ നമുക്ക് നോക്കാം 4 സിറ്റുവേഷനിലാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എത്ര സിറ്റുവേഷനിലായിരിക്കും ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്? സെയിം 4 സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ക്രെഡിറ്റ് നോട്ടിൻ്റെ സിറ്റുവേഷൻ മാത്രം പഠിച്ചാൽ മതി. ഞാൻ ആദ്യം നിങ്ങൾക്ക് ആ സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി തരാം. സർക്കംസ്റ്റാൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഓൺ വേർഡ്സിൽ അത് എന്താണെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മുടെ രാഹുൽ എന്ന് പറയുന്നത് ഒരു ടാക്സബിൾ സപ്ലൈ നടത്തുന്ന പേഴ്സൺ ആണ്. രാഹുൽ ടാക്സബിൾ സപ്ലൈ നടത്തുന്നു. ആർക്ക്? നമ്മുടെ റാമിനാണ് നടത്തുന്നത്. ഞാൻ ഈ പെൻ പോയിന്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക കേട്ടോ. അത് ആ ഒരു ഫ്ലോ മനസ്സിലാക്കുക. രാഹുൽ നമ്മുടെ റാമിന് ടാക്സബിൾ സപ്ലൈ നടത്തുന്നു 10 ലക്ഷം രൂപയുടെ GST 5%. GST എന്താണ്? 5%. അപ്പോൾ രാഹുൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന എത്ര രൂപയ്ക്കായിരിക്കും? 10 ലക്ഷം രൂപയ്ക്കാണ് അവൻ GST ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. പക്ഷേ രാഹുൽ എഴുതി വന്നപ്പം അറിയാണ്ട് തെറ്റിപ്പോയി, 12 ലക്ഷം രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 5% GST, 12 ലക്ഷത്തിൻ്റെ 5% GST എത്ര? 60,000 രൂപയും കൂടെ ചേർത്തിട്ട് 12,60,000 രൂപയുടെ ഡോക്യുമെൻറ്റ് നമ്മുടെ ഇൻവോയ്സ് ആയിരിക്കും റാമിന് ഇഷ്യൂ ചെയ്യുന്നത്. 12,60,000 രൂപയുടെ 12,60,000 റുപ്പീസിൻ്റെ ഇൻവോയ്സ് ആയിരിക്കും ആർക്ക് ഇഷ്യൂ കൊടുക്കുന്നത്? നമ്മുടെ റെസിപ്പിയൻ്റ് ആയിട്ടുള്ള റാമിന് കൊടുക്കുന്നത്. അപ്പോൾ റാം എടുത്ത് നോക്കും, ഞാൻ 10 ലക്ഷം രൂപയുടെ ഗുഡ്സേ വാങ്ങിയുള്ളൂ, അതിൽ 5% GST മാത്രം അടച്ചാൽ മതി. ഇവിടെ 12 ലക്ഷം രൂപയുടെ ഗുഡ്സ് വാങ്ങിയെന്നും ആ 12 ലക്ഷത്തിൻ്റെ GSTയും കൂടെ എനിക്ക് തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ രാഹുലിനെ വിളിച്ചിട്ട് പറയും, രാഹുലെ ഞാൻ 10 ലക്ഷം രൂപയുടെ സാധനം മേടിച്ചോളൂ, മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിയതായിരിക്കും, എനിക്കതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരണം. അപ്പോൾ നമ്മുടെ രാഹുൽ എന്ത് ചെയ്യും? ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. ആ ക്രെഡിറ്റ് നോട്ടിൽ എന്ത് വേണം? നമ്മൾ എക്സസ് ആയിട്ട് മേടിച്ച 2 ലക്ഷം രൂപ, അതിൻ്റെ 5% GST എന്ന് പറഞ്ഞിട്ട് അത് അഡീഷണൽ മേടിച്ചാണെന്ന് പറഞ്ഞൊരു എവിഡൻ്റ് ഡോക്യുമെൻറ്റ് ആർക്ക് കൊടുക്കും? നമ്മുടെ റാമിന് കൊടുക്കും. അതിനകത്ത് എന്ത് വേണം? അഡീഷണൽ മേടിച്ച 10 പകരം 12 മേടിച്ചു, 2 ലക്ഷം രൂപ. അപ്പോൾ അതിൻ്റെ ഒരു 5% GST കൂടെ നമ്മൾ അഡീഷണൽ മേടിച്ച് ഒരു 10,000 രൂപ. അപ്പോൾ 2,10,000 രൂപയുടെ ഒരു ക്രെഡിറ്റ് നോട്ട് എഴുതിയിട്ട് ആർക്ക് കൊടുക്കും? നമ്മുടെ റാമിന് കൊടുക്കും. അപ്പോൾ എവിഡൻ്റ് ആയില്ലേ? നമ്മൾ ഇഷ്യൂ ചെയ്ത ടാക്സ് ഇൻവോയ്സ് നമ്മൾ ക്യാൻസൽ ചെയ്തില്ല, പക്ഷേ പകരം അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഇഷ്യൂ ചെയ്തു? ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഒരു തെറ്റ് വന്ന സമയത്ത് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്തു? ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് വേർഡ്സിലാക്കി പറഞ്ഞേ, ഏതായിരിക്കും ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത്? സർക്കംസ്റ്റാൻസ് ഇൻ വിച്ച് ക്രെഡിറ്റ് നോട്ട് ഈസ് ഇഷ്യൂഡ്. നമ്മൾ ഒരു സിറ്റുവേഷൻ പഠിച്ചു. എന്താണ്? ടാക്സബിൾ വാല്യൂ ഇൻ ഇൻവോയ്സ്. നമ്മുടെ ഇൻവോയ്സിലുള്ള ടാക്സബിൾ വാല്യൂ ഈസ് മോർ ദാൻ ടാക്സബിൾ വാല്യൂ ഓഫ് ദ സപ്ലൈ. നമ്മുടെ ടാക്സബിൾ വാല്യൂ ഓഫ് ദ സപ്ലൈക്കാളും കൂടുതലാണ് ടാക്സബിൾ വാല്യൂ ഓഫ് ഇൻവോയ്സ്. ഇൻവോയ്സിൽ എഴുതി വെച്ചേക്കുന്ന ടാക്സബിൾ വാല്യൂ നമ്മൾ ഒറിജിനലായിട്ട് നടത്തിയ സപ്ലൈക്കാളും കൂടുതലാണ്. In that situation, a credit note should be issued by the supplier. Credit note ആര് ഇഷ്യൂ ചെയ്യണം? സപ്ലയർ ഇഷ്യൂ ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് പഠിക്കാം. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കി. നമ്മുടെ സെയിം രാഹുൽ ടാക്സബിൾ സപ്ലൈ നടത്തുന്നു റാമിന്. ഗുഡ്സിൻ്റെ വില, ആ വാല്യൂ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയുടെ ഗുഡ്സാണ് നമ്മൾ റാം മേടിച്ചത്. 12% GST. രാഹുൽ എന്ത് ചെയ്തു? രാഹുൽ മണ്ടന, പിന്നെ തെറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. 10 ലക്ഷം രൂപ വാല്യൂ എഴുതി, എന്നിട്ട് GST എന്ന് പറഞ്ഞ് 18% അങ്ങ് മേടിച്ചു. 18% അറിയാതെ തെറ്റിപ്പോണതാ. 12% 18% മേടിച്ചു. അപ്പോൾ 12% ഈടാക്കേണ്ട സമയത്ത് എത്ര പെർസെൻറ്റേജ് ഈടാക്കി? 18% ഈടാക്കി. അതായത് ഒരു 1,20,000 രൂപ വരേണ്ട സ്ഥലത്ത് 1,80,000 രൂപ മേടിച്ചു. ഒരു 60,000 രൂപ അഡീഷണൽ മേടിച്ചു അല്ലേ? അഡീഷണൽ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവോയ്സ് കൊടുത്തു. അപ്പോൾ ഈ 11,80,000 രൂപയുടെ ഇൻവോയ്സ് റാമിന് കൊടുക്കും. റാം നോക്കിയിട്ട് പറയും, രാഹുലിനെ വിളിക്കും, എടേ നീ എന്തുവാ ചെയ്യുന്നത്? നീ നേരത്തെ തെറ്റിച്ച്, ഇതാ ഇപ്പോഴും തെറ്റിച്ച്. 60,000 രൂപയുടെ അഡീഷണൽ ടാക്സ് ഇതാ എഴുതി വെച്ചേക്കുന്നത്. 12% വരെ 18%. അപ്പോൾ നമ്മുടെ രാഹുൽ പിന്നെ എന്താ അടുത്ത ക്രെഡിറ്റ് നോട്ട് 60,000 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യും. ഓക്കെ അല്ലേ? രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ രണ്ടാമത്തെ സിറ്റുവേഷൻ നമുക്ക് വേർഡിലാക്കി എങ്ങനെ പറയാൻ പറ്റും? ടാക്സ് റേറ്റ് ഇൻ ഇൻവോയ്സ് ഈസ് മോർ ദാൻ ടാക്സ് പേബിൾ ഇൻ ദ റെസ്പെക്റ്റഡ് സപ്ലൈ. നമ്മൾ ആ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള സപ്ലൈക്ക് പേ ചെയ്യേണ്ട ടാക്സിൻ്റെക്കാളും കൂടുതലാണ് ടാക്സ് ഇൻവോയ്സിൽ എഴുതിയിരിക്കുന്ന ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻ ദാറ്റ് സിറ്റുവേഷൻ എ ക്രെഡിറ്റ് നോട്ട് ഷുഡ് ബി ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ. അങ്ങനെയാണെങ്കിൽ സപ്ലയർ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ രണ്ട് സിറ്റുവേഷൻ നമ്മൾ പഠിച്ചു. സിമ്പിളായിട്ടല്ലേ നമ്മൾ പഠിച്ചത്? സിമ്പിളായിട്ടല്ലേ? ആ സർക്കംസ്റ്റാൻസ് മാത്രം ഓർത്ത് വയ്ക്കുക. രാഹുൽ പൊട്ടനാണ്, ആദ്യമേ വാല്യൂ തെറ്റിച്ചു, പിന്നെ ടാക്സ് തെറ്റിച്ചു, രണ്ടും കൂടുതലാണ് മേടിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തു. ഓക്കെ ആണേ? ഇനി നമുക്ക് മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ സിറ്റുവേഷനാണ് നമ്മൾ മിക്കപ്പോഴും അക്കൗണ്ടൻസിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ രാഹുൽ ഇത്തവണ ഞാൻ കറക്റ്റായിട്ട് ടാക്സ് ഇൻവോയ്സ് എഴുതും, ഇത്തവണ ഞാൻ കറക്റ്റായിട്ട് എഴുതിയിരിക്കും, എവിടെയും തെറ്റിക്കത്തില്ല. അപ്പോൾ രാഹുൽ 10 ലക്ഷം രൂപയുടെ ഗുഡ്സ് നമ്മുടെ റാമിന് വിറ്റു. 5% GST. രാഹുൽ ഓക്കെ.
അടിപൊളി, പൊളിച്ച്. 10 ലക്ഷം രൂപയുടെ വാല്യൂ എഴുതി, കൂടാതെ 5% GST കൂടെ ചേർത്ത് 10,50,000 രൂപ ഇൻവോയ്സ് കറക്റ്റായിട്ട് എഴുതി നമ്മുടെ റാമിന് കൊടുത്തു. അപ്പോൾ റാം പറയാം, ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇത്രയും ഗുഡ്സ് വേണ്ട, 1 ലക്ഷം രൂപയുടെ ഗുഡ്സ് ഞാനങ്ങ് റിട്ടേൺ ചെയ്യും, എനിക്ക് വേണ്ട, 1 ലക്ഷം രൂപയുടെ ഗുഡ്സ് വേണ്ട, നടക്കണം. ആ സിറ്റുവേഷനിൽ അപ്പോൾ റാം എന്ത് വേണം? നമ്മൾ ടോട്ടലി റേസ് ചെയ്ത ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ 10,50,000 ആണ്. അതിൽ 1 ലക്ഷം രൂപയുടെ ഗുഡ്സ് നമുക്ക് തിരിച്ചു വന്നു. അപ്പോൾ 1 ലക്ഷം രൂപയുടെ ഗുഡ്സും അതിൻ്റെ GST നമ്മൾ തിരിച്ചു കൊടുക്കുന്ന എവിഡൻസ് വേണം. അപ്പോൾ പാവം നമ്മുടെ രാഹുൽ പിന്നെ അടുത്ത ക്രെഡിറ്റ് നോട്ട് പിന്നെ ഇഷ്യൂ ചെയ്തു. ആ റിട്ടേൺ ചെയ്ത 1 lakh rupeesൻ്റെയും അതിൻ്റെ 5% GSTയുടെയും 1,05,000 രൂപയുടെ എന്ത് ചെയ്തു? നമ്മുടെ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് ആർക്ക് കൊടുത്തു? നമ്മുടെ റാമിന് കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ 3 സിറ്റുവേഷൻ നമ്മൾ പഠിച്ചേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? റിട്ടേൺ ചെയ്യുന്നതാണ്. ഇനി റിട്ടേൺ നമ്മുടെ റാം ഗുഡ്സ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അതിൽ 1 ലക്ഷം രൂപയുടെ ഗുഡ്സ് ഡാമേജ്, 1 ലക്ഷം രൂപയുടെ ഗുഡ്സ് ഡിഫക്റ്റ് വന്ന ഗുഡ്സാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോഴും നമ്മൾ റിട്ടേൺ ചെയ്യും. അപ്പോൾ അതാണ് 4ാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്. സെയിം 3ൻ്റെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ 4 കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. 4 കാര്യങ്ങൾ നോക്കിയിട്ട് ഡെബിറ്റ് നോട്ടിൽ അത് എങ്ങനെ വരുമെന്ന് കൂടെ അറിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സർക്കംസ്റ്റാൻസ് ഇൻ വിച്ച് ക്രെഡിറ്റ് നോട്ട് ഈസ് ഇഷ്യൂഡ്. ഓക്കെ, ടാക്സബിൾ വാല്യൂ ഇൻ ദ ഇൻവോയ്സ് ഈസ് മോർ ദാൻ ടാക്സബിൾ വാല്യൂ ഇൻ സച്ച് സപ്ലൈ. നമ്മൾ നടത്തിയ സപ്ലൈയുടെക്കാളും കൂടുതൽ വാല്യൂ എവിടെ എഴുതി വെച്ചു? ഇൻവോയ്സിൽ എഴുതി വെച്ചു. അങ്ങനെയാണെങ്കിൽ a credit note should be issued by the supplier. രണ്ടാമത്തത്, ടാക്സ് ചാർജ്ഡ് ഇൻ ഇൻവോയ്സ് ഈസ് മോർ ദാൻ ടാക്സ് പേബിൾ ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് സപ്ലൈ. നമ്മുടെ സപ്ലൈക്ക് നമ്മൾ കൊടുക്കേണ്ട ടാക്സിനേക്കാളും റേറ്റിൽ എന്ത് ചെയ്തു? നമ്മുടെ ഇൻവോയ്സിൽ ടാക്സ് ഈടാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞ 12%-ന് പകരം 18%. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യണം? ക്രെഡിറ്റ് നോട്ട് ഷുഡ് ബി ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ. 3ാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയേ, വേർ ഗുഡ്സ് സപ്ലൈഡ് ആർ റിട്ടേൺഡ് ബൈ ദ റെസിപ്പിയൻറ്റ് എന്ത് ചെയ്തു? നമ്മുടെ റാം 1 ലക്ഷം രൂപയുടെ ഗുഡ്സ് നമുക്ക് തിരിച്ചു തന്നു. 4ാം സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയേ, വേർ ഗുഡ്സ് സർവീസ് ഓർ ബോത്ത് സപ്ലൈഡ് ആർ ഫൗണ്ട് ടു ബി ഡിഫക്റ്റ്. എന്തെങ്കിലും പ്രശ്നം പറ്റി, ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സാധനം പിന്നെ നമുക്ക് ഉപയോഗമില്ല, നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോഴും നമ്മൾ ക്രെഡിറ്റ് നോട്ട് എന്ത് ചെയ്തിരിക്കണം? ഇഷ്യൂ ചെയ്തിരിക്കണം. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് എന്തെന്ന് പറയുന്നത്? ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞ എന്താണ്? ടാക്സ് വാല്യൂ എന്ന് പറയുന്നത് മോറാണ് അല്ലേ? മോർ ദാൻ ആക്ച്വൽ വാല്യൂ ഓഫ് സപ്ലൈ എന്നല്ലേ പറഞ്ഞത്? ഇത് ലെസ് ദാൻ ആണെങ്കിൽ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക. ഇത് ലെസ് ദാൻ ആണെങ്കിൽ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക. അതുപോലെ നമ്മളെ ടാക്സിൻ്റെ റേറ്റും ലെസ് ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിൽസ് റിട്ടേൺ അല്ലേ? അതേസമയം പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ എന്ത് ഇഷ്യൂ ചെയ്യണം? ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണം. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ക്രെഡിറ്റ് നോട്ടും കഴിഞ്ഞു, ഡെബിറ്റ് നോട്ടും കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനകത്ത് ക്രെഡിറ്റ് നോട്ടും വരും, ഡെബിറ്റ് നോട്ടും വരും അല്ലേ? നമ്മുടെ റാം ഇഷ്യൂ ചെയ്യുന്നത് ക്രെഡിറ്റ് നോട്ട്, രാഹുൽ ഇഷ്യൂ ചെയ്യുന്നത് ക്രെഡിറ്റ് നോട്ട്. നമ്മുടെ റാമിനത് പർച്ചേസ് റിട്ടേൺ അല്ലേ? റാം ഇഷ്യൂ ചെയ്യുന്നത് എന്തായിരിക്കും? ഡെബിറ്റ് നോട്ട്. ഓക്കെ അല്ലേ? ഒരെണ്ണം മാത്രം പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? 4 പോയിൻറ്റും പഠിച്ചു, പിന്നെ ഡെബിറ്റ് നോട്ടും പഠിച്ചു, അതിൻ്റെ 4 പോയിൻറ്റും പഠിച്ചു. ഓക്കെ അല്ലേ? നമ്മുടെ ഈ ഇൻവോയ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ തീരെയാണ്. ഇൻവോയ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഓരോന്നും പെൻഡിങ് ഇടാതെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ നമുക്ക് നാളെ പുതിയ ചാപ്റ്റർ തുടങ്ങാം. നമുക്ക് റിവേഴ്സ് ചാർജും ഇ-വേ ബില്ലും, ആ 2 കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഫുള്ള് കവർ ചെയ്യാം. രണ്ടും തീരും, റിവേഴ്സ് ചാർജും തീരും, ഇ-വേ ബില്ലും തീരും. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. വീഡിയോ ബെനിഫിഷ്യൽ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക. പിന്നെന്താ പറയാനുള്ളത്? പിന്നൊന്നുമില്ല, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.